ഇന്ത്യയിലെ ഏറ്റവും ഭംഗിയുള്ള ബസ് സ്റ്റാൻഡ് എവിടെയായിരിക്കും? പരിമിതമായ എൻ്റെ കാഴ്ചകളിൽ ഏറ്റവും ഭംഗിയുള്ള ബസ് സ്റ്റാൻഡായി തോന്നിയിട്ടുള്ളത് മണാലിയിലെ ബസ് സ്റ്റാൻഡാണ്. എന്തുകൊണ്ടായിരിക്കും ഈ ബസ് സ്റ്റാൻഡിന് ഇത്രയേറെ ഭംഗിയുള്ളത് എന്ന് നമുക്ക് നോക്കാം. മഞ്ഞിൽ പുതച്ച് ബസ് സ്റ്റാൻഡിന് പിറകിലായി നമ്മൾ കാണുന്ന ഈ മലനിരകളാണ് ഇതിന് കാരണം എന്ന് തോന്നിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ സൗന്ദര്യമോ ഒന്നുമല്ല ഇത് ഏറ്റവും ഭംഗിയുള്ള ബസ് സ്റ്റാൻഡാണ് എന്ന് പറയാനുള്ള കാരണം. നമുക്ക് പിറകിൽ ഈ കാണുന്ന ഹിമാലയൻ മലനിരകളിൽ മഞ്ഞ് പുതഞ്ഞു കിടക്കുന്നത് കാണാൻ വളരെ ഭംഗിയായി തോന്നി. മണാലിയിലെ അതിസാധാരണക്കാരായ മനുഷ്യരാണ് ഈ ബസ് സ്റ്റാൻഡ് പ്രയോജനപ്പെടുത്തുന്നത് എന്ന് തോന്നാം. സഞ്ചാരികളായി ഇവിടേക്ക് കടന്നു വരുന്ന ആളുകൾ ബസ് സ്റ്റാൻഡിലേക്ക് ഒരുപാട് എത്തി നോക്കാറില്ല. അവർക്ക് മറ്റു ചോയ്സുകൾ ഉള്ളത് കൊണ്ടായിരിക്കും അത് എന്ന് വിശ്വസിക്കാം. പക്ഷേ നമുക്കങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഇഷ്ടമാർഗമാണ് ബസ്സുകൾ. കുറഞ്ഞ തുകക്ക് യാത്ര ചെയ്യാം എന്നുള്ളത് മാത്രമല്ല, ഏതൊരു നാട്ടിലെയും സാധാരണക്കാരായ മനുഷ്യരെ പരിചയപ്പെടണമെങ്കിൽ, അവരോട് ഇടകലർന്ന് ഇടപഴകണമെങ്കിൽ നമുക്ക് ഇതുപോലുള്ള പ്രാദേശിക യാത്രാമാർഗങ്ങളെ പ്രയോജനപ്പെടുത്തേണ്ടതായിട്ട് വരും. പട്ടികളും പ്രാവുകളുമൊക്കെ നിറഞ്ഞ ഒരു സാധാരണ ബസ് സ്റ്റാൻഡ് തന്നെയാണ് ഇവിടെയും. ഇവിടെ നിന്ന് നടത്താവുന്ന ചില ഗ്രാമങ്ങളിലേക്കുള്ള യാത്രകളുടെ വിശേഷങ്ങളും ഇതിന് പിറകിലായി നമുക്ക് കാണാം. ബിയാസ് നദിയുടെയും മാൾ റോഡിൻ്റെയും മനു മാർക്കറ്റിൻ്റെയും വൻ വിഹാർ നാഷണൽ പാർക്കിൻ്റെയും ഇടയിൽ ചെറിയ ഒരു സ്ഥലത്താണ് ഈ ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ഭാഗത്ത് അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്ന മലനിരകളാണ്. പണം കുറച്ച് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള ബസ്സുകളെ നിങ്ങൾ കൂടുതലായി ആശ്രയിക്കുക. ബസ്സുകളേക്കാൾ നിങ്ങൾ ആശ്രയിക്കേണ്ടത് ട്രെയിനുകളെയാണ്. പക്ഷേ ഇവിടെ നമുക്കത് സാധ്യമല്ലാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ബസ്സുകളെ കൂടുതൽ ആശ്രയിക്കുക. ബസ്സുകൾ ചെല്ലാത്തിടത്ത് നിങ്ങൾ മറ്റു മാർഗങ്ങൾ തേടുക. പുതിയ കാര്യങ്ങളെ കാണാൻ അതിന് പറ്റാവുന്ന ശ്രമങ്ങളെല്ലാം നിങ്ങൾ നടത്തുക. കാണാത്ത കാഴ്ചകളിലേക്കുള്ള ഓട്ടമാണ് ഏതൊരു യാത്രികൻ്റെയും അവൻ്റെ സമ്മാനമായി അവന് കിട്ടാവുന്നത്. ഈ യാത്രകളിൽ അവന് കിട്ടിയ ഓർമ്മകളാണ്. അവൻ പരിചയപ്പെട്ട പുതിയ മനുഷ്യരാണ്. അവൻ്റെ ഓർമ്മകളിൽ തങ്ങി നിൽക്കാവുന്ന പ്രിയപ്പെട്ട ഭക്ഷണങ്ങളാണ്. അവിടുത്തെ നമ്മളെ കണ്ണുകൾക്ക് പുതിയ കാഴ്ചകൾ തന്ന പുതിയ മനുഷ്യരെയാണ്. എന്നെപ്പോലെ ചിലവ് ചുരുക്കി യാത്ര ചെയ്യുന്ന മറ്റു ചിലരെ അവിടെ നിന്ന് പരിചയപ്പെട്ടു. അവർ ഇന്ന് നഗർ എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. അടുത്ത ദിവസം നമുക്കും അവിടേക്ക് പോകാനുള്ളതാണ്. പുതിയ കുറച്ച് ഗ്രാമങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്താനാണ് ഇന്ന് ഈ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയത്. ഒരുപാട് ബസ്സുകളുടെ സമയങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് തിരിച്ചു പോന്നു. മാൾ റോഡിൽ നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി എല്ലാ മനുഷ്യരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കാണാം. അതിന് തൊട്ടു പിറകിലുള്ള മാർക്കറ്റിൽ നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും നിൽക്കുന്നു.